സോ ഗേസ്, അപ്പോൾ നമ്മളിന്ന് അമാംഗസിൻ്റെ ഗെയിം പ്ലേ ആണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അമാംഗസിൻ്റെ ഗെയിം പ്ലേ ഇടുന്നത്. എന്തോ നോട്ടിഫിക്കേഷൻസ് എന്തോ വന്നിട്ടുണ്ട്, ക്യാൻസൽ അടിക്കാം. നമുക്കിതിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പബ്ലിക് കളിക്കുന്നത്, ഓൺലൈനാണ് കളിക്കുന്നത്. പബ്ലിക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ആദ്യം തന്നെ എടുത്തു നോക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കില്ല. ഇത് രണ്ടാമത് ട്രൈ ചെയ്തോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇടുന്നുണ്ട്. നമുക്ക് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റാം. നമുക്ക് ലീവാക്കാം. പോകാം. ഉപയോഗിക്കില്ല. നമുക്ക് ഇമ്പോസ്റ്റർ ആണെന്ന് നോക്കാം. ഇമ്പോസ്റ്റർ ആണെന്ന് തുറന്നല്ലാണ്. നമ്മൾ റൂംമേറ്റാണ്. 3 ഇമ്പോസ്റ്റർ ഉണ്ട്. നമ്മുടെ റൂംമേറ്റിനെ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ആക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ടാസ്ക് എടുക്കുന്നുണ്ട്. കളിക്കാറില്ല. അപ്പോൾ ആരും എമർജൻസി മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. ഏതൊരു ഓട്ടനാണ് വേണം, ഒരു ആവശ്യമില്ല. നമ്മുടെ ഡെഡ് ബോഡി കണ്ടാൽ മാത്രം എടുത്താൽ മതി. നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിത് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലത്തെ ക്വസ്റ്റ്യനാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നില്ല, നമ്മൾ സ്കിപ്പ് ഔട്ട് ചെയ്യണം. അത് നമ്മൾ ആരെയും കണ്ടിട്ടില്ല, ഞങ്ങൾ വന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ഔട്ട് ചെയ്തു. എല്ലാവരും ബ്ലൂവിനാണ് കൂടുതലായിട്ട് ഇതേക്കണം. പക്ഷേ സ്കിപ്പ് ഔട്ടും ഈക്വലായിട്ടുണ്ട്. അതുകൊണ്ട് ആരും പുറത്താവില്ല. നമുക്കപ്പോൾ നമ്മുടെ പണി നോക്കാം. ഇമ്പോസ്റ്ററിൻ്റെ പണിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള റൂംമേറ്റ്സിനെ കൊല്ലുക എന്നാണ്. നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവനൊരു പന്തികേടുണ്ടെന്ന്. സോ ഗൈസ്, നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. നമ്മൾ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവൻ ചിലപ്പോൾ ഇമ്പോസ്റ്റർ ആയിരിക്കാം. ആരോ പിന്നെയും എമർജൻസി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഒരാവശ്യമില്ല ഗേസ്, നമ്മൾ വെറുതെ ഈ എമർജൻസി മീറ്റിംഗ് വിളിക്കുന്നത്. സോ ചത്തോണാ വിളിച്ചാൽ സോറി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. 5 പേര് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആരും ചാറ്റ് ചെയ്യുന്നില്ല, വെറുതെ വോട്ട് ചെയ്യണം. നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കാരും സംശയമില്ല. നമ്മൾ സംശയം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. കൂടുതലാരും സ്കിപ്പ് ചെയ്തേക്കണം. അപ്പോൾ ആരും ഇതിൽ നിന്ന് പുറത്താകത്തില്ല. നമ്മൾ വേഗം ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പണികളാണ് തീർക്കും. ലെറ്റർ റൂമിൽ ഒരു പണിയുണ്ട്. നമ്മുടെ വയറിങ് ആണെന്ന് തോന്നുന്നു. വയറിങ് അല്ല, നമ്മൾ മരണപ്പെട്ടിരിക്കുകയാണ്. ബ്ലൂ ആണ് വന്നത്. ഇവനാണ് ഇമ്പോസ്റ്റർ. ഇതാണ് ഒന്നാമത്തെ ഇമ്പോസ്റ്റർ.
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ ഗെയിമിൻ്റെ റൂള്. ഒരു ഇമ്പോസ്റ്റർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നമുക്കിതിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ബ്ലൂ ആണ് ഇമ്പോസ്റ്റർ. നിങ്ങൾക്കിതിൽ ഫ്രണ്ട്സായിട്ടും കളിക്കാം. ഇതിലാരും ചാറ്റ് ചെയ്യുന്നില്ല, വെറുതെ ടൈ ആയിട്ടുണ്ടാവും. അവർക്ക് രണ്ടേക്കും സെയിം വോട്ടായിട്ടിരിക്കുന്നത്. അപ്പം ആരും പുറത്താകത്തില്ല. ഇവിടെ നമ്മളെ പോലെ മരിച്ച കുറച്ച് പേരുണ്ടാവും. ഇവിടെ ക്യാമറ റൂമുണ്ട്, സെക്യൂരിറ്റി. നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പതിയെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്ലെയിനിലാകെ 4 ക്യാമറ ഉള്ളൂ. നമുക്ക് നമ്മുടെ ടാസ്ക് ചെയ്യാം, എന്നാലും നമ്മൾ കളിയെ കുത്തും. ഇത് ഏറ്റവും ലാഗസ്റ്റ് ആക്കുന്നതാണ്. റെഡ് ബോഡി ഇതിൽ ഒരാൾ പുറത്തായ പിന്നെ ഇമ്പോസ്റ്ററാണ് കളിച്ചത്. ബ്ലൂവിനാർക്കും സംശയം തോന്നുന്നില്ല. ഈ ചാറ്റ് ചെയ്ത് കളിച്ചാലേ നമുക്ക് ഇമ്പോസ്റ്റർ ആരാൻ പിടിക്കാൻ ചൊല്ലൂ. ഈ യെല്ലോ ബ്ലൂ ഒക്കെ നോക്കാതെ വെറുതെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ മിക്കവാറും ഇമ്പോസ്റ്റർ കളിക്കും. ഈ കളിയിൽ മഞ്ഞ പുറത്തായി. അവൻ ഇമ്പോസ്റ്ററാണെന്ന് പറഞ്ഞില്ല, അവൻ ഇമ്പോസ്റ്റർ അല്ല. സോ ഈ കളിയിൽ ഇമ്പോസ്റ്റർ ജയിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.